നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. CSK ഇന്ന് SRHനെതിരെ ഹൈദരാബാദ് കളിക്കുകയാണ്. കഴിഞ്ഞ 2 കളികൾ ചെപ്പൊക്കിൽ വിജയിച്ചതിൻ്റെ ആവേശത്തിലാണ് അവരുള്ളത്. പക്ഷേ ആ ഒരു ആവേശത്തിൻ്റെ ആഘോഷങ്ങൾക്ക് പെട്ടെന്ന് ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുന്ന പോലെയാണ് ഖലീൽ അഹമ്മദിൻ്റെ പരിക്കുണ്ടായത്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ അവർ SRHുമായിട്ട് കളിക്കാനിറങ്ങുമ്പോഴുള്ള ബിഗ് ക്വസ്റ്റ്യനും അത് തന്നെയാണ്. ഖലീലിൻ്റെ ആ ഒരു ഒഴിവുണ്ടാക്കുന്ന വിടവുണ്ടല്ലോ, ആ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കും? പകരം ആരെ കളിപ്പിക്കും? മുകേഷ് ചൗധരിയെ കളിപ്പിക്കാനാണ് കൂടുതൽ സാധ്യത എന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ. അതല്ല ഇനിയും ഘോഷിനെ കളിപ്പിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. പിന്നെ MSDയുടെ കാര്യം, MSD ടീമിനോടൊപ്പം ഹൈദരാബാദിലേക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ ഇന്നത്തെ മത്സരം അദ്ദേഹം കളിച്ചേക്കില്ല എന്നാണ് ഇന്നലെ പ്രമുഖ ക്രിക്കറ്റ് സോഴ്സുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം മറുഭാഗത്ത് SRHൻ്റെ കാര്യത്തിൽ പാറ്റ് കമിൻസ് ഇന്നലെ ഹൈദരാബാദിലെത്തും എന്നായിരുന്നു റിപ്പോർട്ട്. അപ്പോൾ അദ്ദേഹം എത്തിയാൽ തന്നെ കളിക്കില്ല, ഇന്നത്തെ മത്സരം കളിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. ദിൽഷൻ മധുഷാങ്കയെ ഇപ്പോൾ അവർ സ്ക്വാഡിലേക്ക് റീപ്ലേസ്മെൻ്റായിട്ട് എടുത്തിട്ടുമുണ്ട്. ഏതായാലും നമ്മൾ നോക്കുകയാണ് 2 ടീമിൻ്റെയും ടീം ന്യൂസ്. ആദ്യം നമുക്ക് SRHൻ്റെ കാര്യത്തിൽ നിന്ന് തുടങ്ങാം. SRHൻ്റെ കാര്യത്തിൽ പാറ്റ് കമിൻസ് എത്തുന്നു, പക്ഷേ അദ്ദേഹം സ്ക്വാഡിൽ ഉണ്ടാവില്ല. ദിൽഷൻ മധുഷാങ്ക SRH സ്ക്വാഡിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ബ്രഡൻ കാർസിന് പകരമാണ് അദ്ദേഹത്തെ സ്ക്വാഡിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതേസമയം ഡേവിഡ് പെയ്ന്, അദ്ദേഹം ജാക്കി എഡ്വേർഡ്സിന് പകരം വന്നതാണ്. അദ്ദേഹം ഇപ്പോൾ സീസണിൻ്റെ ബാക്കി മത്സരങ്ങൾക്ക് റൂൾഡ് ഔട്ടായിരിക്കുന്നു എന്നുള്ള ഒരു സ്ഥിതിവിശേഷം കൂടി ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ മത്സരങ്ങൾ നമ്മളിപ്പോൾ കുറച്ച് മത്സരങ്ങൾ കാണുമ്പോൾ അവരുടെ ബാറ്റിംഗ് വളരെ പവർഫുള്ളാണ്. ഇഷാൻ കിഷനൊക്കെ മുന്നും ഫോമിലുണ്ട്. ബൗളിങ്ങിലെ പ്രശ്നങ്ങൾ കഴിഞ്ഞ കളിയിൽ ആ 2 പയ്യന്മാർ വന്ന് തീർത്തിരുന്നു. അത് അവരതുപോലെ തന്നെ മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ഒരു പ്രോബബിൾ 12 നോക്കുകയാണെങ്കിൽ ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ, ഹെൻറിക് ക്ലാസൻ, നിതീഷ് കുമാർ റെഡ്ഡി, അനികേത് വർമ്മ, സിൽ അറോറ, ഹർഷ് ദ്യൂബെ, ശിവാങ് കുമാർ, ഇസാൻ മലിംഗ, പ്രഫുൽ ഹിഞ്ചെ, സാക്കിബ് ഹുസൈന്. മറുഭാഗത്ത് CSKയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ രുദ്രാജ് ഗെയ്ക്വാദ്, സഞ്ജു സാംസൺ ഓപ്പണിംഗ് കൂട്ടുകെട്ട്. പക്ഷേ ഋതുവിൻ്റെ ഫോമിലൊരു ചെറിയ ആശങ്ക ഇപ്പോഴുണ്ട്. ബട്ട് സ്റ്റിൽ അദ്ദേഹം തന്നെ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്പർ 3 ആയുഷ് മാത്ര ഇന്നും ഫോമിലാണ്. ദെൻ ഡേവൽ ഡെബ്രവിസ്, സർഫറാസ് ഖാൻ, ശിവൻ ദ്യൂബെ, ജെയ്മി ഓവേർട്ടൺ, നൂർ അഹമ്മദ്, അൻഷുൽ കമ്പോജ്, ഗുർജപ്രീത് സിംഗ്, മുകേഷ് ചൗധരി. ദെൻ നമ്പർ 12 അഖിൽ ഹുസൈൻ. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി അതല്ല, ബൗളിങ്ങിൽ കൂടുതൽ എക്സ്പീരിയൻസ് എന്ന രൂപത്തിൽ മാറ്റ് ഹെൻറിയെ കൊണ്ടുവരാനാണെങ്കിൽ പിന്നെ ഈ മിക്സപ്പിലൊക്കെ ആകെ മാറ്റമുണ്ടാകും. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.